പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, യേശുവിനെ കെണിയിൽ കുടുക്കാനായിരുന്നു അവർ വന്നത്. അവരുടെ കയ്യിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു, പണത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യം. ഫരിസായരും ഹെരോദ്യരും സാധാരണഗതിയിൽ ശത്രുക്കളായിരുന്നു. എന്നാൽ യേശുവിനെതിരെ അവർ ഒന്നിച്ചു. ആദ്യം അവർ അവനെ പുകഴ്ത്തി. ഗുരോ, നീ സത്യസന്ധനാണെന്നും ആരുടെയും മുഖം നോക്കാതെ ദൈവത്തിന്റെ മാർഗം പഠിപ്പിക്കുന്നവനാണെന്നും ഞങ്ങൾക്കറിയാം. അതിനുശേഷം അവർ കെണി വിരിച്ചു. കൈസരിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ? കൊടുക്കണോ വേണ്ടയോ? അതെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അവനെ റോമാക്കാരുടെ കൂട്ടാളിയെന്ന് മുദ്രകുത്തും. ഇല്ല എന്ന് പറഞ്ഞാൽ റോമിനെതിരെ കലാപം പ്രേരിപ്പിക്കുന്നവനെന്ന കുറ്റം ചുമത്തും. പക്ഷേ യേശു അവരുടെ കപട തിരിച്ചറിഞ്ഞു. അവൻ നേരിട്ട് ഉത്തരം പറഞ്ഞില്ല, പകരം ചോദിച്ചു, എനിക്ക് ഒരു നാണയം കാണിച്ചു തരൂ. ഒരാൾ ഒരു ദിനാരിയസ് നാണയം എടുത്തുകൊടുത്തു. അത് ഒരു സാധാരണ നാണയം മാത്രമായിരുന്നില്ല, അതിൽ കൈസറിന്റെ രൂപവും അവനെ ദൈവികനായി ഉയർത്തിക്കാട്ടുന്ന ലിഖിതവും ഉണ്ടായിരുന്നു. റോമൻ സാമ്രാജ്യത്തിന്റെ ശക്തിയുടെയും പ്രചാരണത്തിന്റെയും ചിഹ്നം തന്നെയായിരുന്നു അത്. അപ്പോൾ യേശു ചോദിച്ചു, ഇതിൽ ആരുടെ രൂപവും ലിഖിതവുമാണ്? അവർ പറഞ്ഞു, കൈസറിന്റെ. യേശു മറുപടി പറഞ്ഞു, അങ്ങനെയെങ്കിൽ കൈസരിനുള്ളത് കൈസരിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവേ. എത്ര അത്ഭുതകരമായ മറുപടി! എന്നാൽ യേശു ഇവിടെ നികുതിയെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്. നാണയം കൈസറിന്റേതാണ്, കാരണം അതിൽ അവന്റെ രൂപമുണ്ട്. പക്ഷേ ദൈവത്തിന്റെ രൂപം ആരിലാണ്? നമ്മിലാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു, ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. നാണയം കൈസറിന്റെ രൂപം വഹിക്കുന്നു, മനുഷ്യൻ ദൈവത്തിന്റെ രൂപം വഹിക്കുന്നു. അതിനാൽ ഇന്നത്തെ സുവിശേഷത്തിന്റെ യഥാർത്ഥ ചോദ്യം നികുതി കൊടുക്കണോ എന്നതല്ല, നീ ആരുടെ രൂപമാണ് വഹിക്കുന്നത് എന്നതാണ്. ഇന്ന് നാം ജീവിക്കുന്നത് പ്രതിച്ഛായകളുടെ ലോകത്തിലാണ്. വിജയത്തിന്റെ പ്രതിച്ഛായ, സമ്പത്തിന്റെ പ്രതിച്ഛായ, അധികാരത്തിന്റെ പ്രതിച്ഛായ, ജനപ്രീതിയുടെ പ്രതിച്ഛായ, സാമൂഹിക മാധ്യമങ്ങളിൽ മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം പ്രതിച്ഛായ. ഈ ലോകം ഓരോ ദിവസവും നമ്മുടെ ഹൃദയത്തിൽ തന്റെ രൂപം പതിപ്പിക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ ശ്രദ്ധയും സമയവും വിശ്വസ്തതയും സ്വന്തമാക്കാൻ അത് ശ്രമിക്കുന്നു. അപ്പോൾ യേശു നമ്മോടും ചോദിക്കുന്നു, നീ എന്താണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത്? നിന്റെ മനസ്സ് ഏതിനാലാണ് നിറഞ്ഞിരിക്കുന്നത്? നിന്റെ തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്നത് എന്താണ്? നിന്റെ ഏറ്റവും വലിയ സ്നേഹം ആരോടാണ്? നിന്റെ നിധി എന്താണ്? കാരണം യേശു പറഞ്ഞതുപോലെ, നിന്റെ നിധി എവിടെയാണോ അവിടെയാണ് നിന്റെ ഹൃദയവും. പണം നമ്മുടെ നിധിയായാൽ ഹൃദയം പണത്തെ പിന്തുടരും. അധികാരം നമ്മുടെ നിധിയായാൽ ഹൃദയം അധികാരത്തെ പിന്തുടരും. ദൈവം നമ്മുടെ നിധിയായാൽ ഹൃദയം ദൈവത്തോട് കൂടുതൽ കൂടുതൽ സാദൃശ്യമാകും. ഇതാണ് വിശുദ്ധർ മനസ്സിലാക്കിയത്. ഓസ്ട്രിയയിലെ കർഷകനായ ഫ്രാൻസ് യേഗർസ്റ്റാറ്ററിനോട് ഹിറ്റ്ലറോട് വിശ്വസ്തത പ്രഖ്യാപിക്കുന്ന പ്രതിജ്ഞ ചെയ്യാൻ ആവശ്യപ്പെട്ടു. കുടുംബത്തിനു വേണ്ടി ഒപ്പിടാൻ എല്ലാവരും ഉപദേശിച്ചു. പക്ഷേ അദ്ദേഹം നിരസിച്ചു. കാരണം അദ്ദേഹം ഇതിനകം തീരുമാനിച്ചിരുന്നു, തന്റെ ജീവിതം ഹിറ്റ്ലറുടേതല്ല, ദൈവത്തിൻ്റേതാണ്. 1943 അദ്ദേഹം വധിക്കപ്പെട്ടു. ലോകം ഒരു പരാജിതനെ കണ്ടു. ദൈവം ഒരു വിശ്വസ്ത സാക്ഷിയെ കണ്ടു. എഡിത്ത് സ്റ്റെയിൻ എന്ന കർമ്മലീത്ത സന്യാസിനിയും അതുപോലെ തന്നെ ജീവിച്ചു. നാസികൾ അവളെ പിടികൂടിയപ്പോൾ അവൾ ഭയപ്പെട്ടില്ല. അവൾ തന്റെ ജീവിതം ദൈവത്തിന് നേരത്തെ തന്നെ സമർപ്പിച്ചിരുന്നു. ആഷ്വിറ്റ്സ് അവളെ മാറ്റിയില്ല. അവൾ യഥാർത്ഥത്തിൽ ആരായിരുന്നുവെന്ന് വെളിപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. നമ്മിൽ മിക്കവർക്കും ഇത്തരത്തിലുള്ള വലിയ വിശ്വാസപരീക്ഷണങ്ങൾ നേരിടേണ്ടി വരില്ല. എന്നാൽ എല്ലാ ദിവസവും ചെറിയ ചെറിയ തിരഞ്ഞെടുപ്പുകളിലൂടെ നമ്മുടെ വിശ്വസ്തത പരീക്ഷിക്കപ്പെടുന്നുണ്ട്. പരീക്ഷയിൽ കോപ്പിയടിക്കാൻ പ്രലോഭിപ്പിക്കപ്പെടുന്ന വിദ്യാർത്ഥി, സത്യം മറച്ചുവെക്കാൻ ആവശ്യപ്പെടുന്ന ജീവനക്കാരൻ, ലാഭത്തിനുവേണ്ടി സത്യസന്ധത ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്ന വ്യാപാരി, വിശ്വാസം സ്വകാര്യമായി മാത്രം സൂക്ഷിക്കാൻ സമ്മർദ്ദം നേരിടുന്ന ക്രൈസ്തവൻ. ഓരോ ദിവസവും ലോകം നമ്മുടെ ഹൃദയത്തിൽ പുതിയൊരു രൂപം പതിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഓരോ ദിവസവും യേശു ചോദിക്കുന്നു, നീ ആരുടെ രൂപമാണ് വഹിക്കുന്നത്? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശു നാണയം വലിച്ചെറിയാൻ പറഞ്ഞില്ല. നികുതി കൊടുക്കരുതെന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞു, കൈസരിനുള്ളത് കൈസരിന് കൊടുക്കുക. ക്രൈസ്തവൻ നികുതി കൊടുക്കണം. നീതിയുക്തമായ നിയമങ്ങൾ അനുസരിക്കണം. സമൂഹനന്മയ്ക്കായി പ്രവർത്തിക്കണം. സത്യസന്ധമായി ജോലി ചെയ്യണം. കരുണയോടെ സേവിക്കണം. ഇവയെല്ലാം നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ്. എന്നാൽ ഒരു കാര്യം ഒരിക്കലും ലോകത്തിന് വിട്ടുകൊടുക്കരുത്.
നിന്റെ മനസാക്ഷി, നിന്റെ ആത്മാവ്, നിന്റെ വിശ്വാസം, നിന്റെ ആരാധന, നിന്റെ അന്തിമ വിശ്വസ്തത, ഇവ ദൈവത്തിന് മാത്രമുള്ളതാണ്. ഒരു ദിവസം എല്ലാ നാണയങ്ങളും പ്രചാരത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും. സാമ്രാജ്യങ്ങൾ തകർന്നു വീഴും. അധികാരങ്ങൾ അവസാനിക്കും. സമ്പത്ത് ഇല്ലാതാകും. പേരും പ്രശസ്തിയും മറക്കപ്പെടും. പക്ഷേ നീ നിലനിൽക്കും. അപ്പോൾ ദൈവം ചോദിക്കുക, നീ എത്ര സമ്പാദിച്ചു എന്നല്ല, നീ എത്ര പ്രശസ്തനായി എന്നല്ല, നീ ആരുടെ രൂപമാണ് വഹിച്ചത് എന്നായിരിക്കും. ലോകം തന്റെ രൂപം നിന്റെ മേൽ പതിപ്പിച്ചോ, അതോ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ജീവനുള്ള പ്രതിബിംബമായി നീ മാറിയോ? നാണയം കൈസരിന്റെ കൈകളിലേക്ക് മടങ്ങും, എന്നാൽ ആത്മാവ് ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് മടങ്ങുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും നാം തീരുമാനിക്കേണ്ടത് ഇതാണ്: ഞാൻ ആരുടെ രൂപമാണ് വഹിക്കുന്നത്? ആമേൻ.